മഴതോരും മുമ്പയുടെ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രോഹിത്തിനെയും ഹരിയെയും എങ്ങനെ ജയിലിൽ നിന്നും ഇറക്കിക്കൊണ്ടുവരുമെന്ന് ആലോചിച്ചിരിക്കുക ശിവനും രാജീവനും കൂടെ. അങ്ങനെ യാതൊരു പിടിയും കിട്ടാതാവുമ്പോൾ ശിവനും രാജീവനും ചിന്തിക്കുന്നുണ്ട്, അന്ന് അലീനയെ പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന സമയത്ത് അവളെ പുറത്തിറക്കിയത് അലീനയുടെ രേവതിക്കുട്ടിയും, അതായത് അവളുടെ സഹോദരിയായ രേവതിക്കുട്ടിയും മാമച്ചനും ഗ്രേസിയമ്മയും കൂടെ ആണല്ലോ എന്ന്. അപ്പോൾ ആ വഴിക്ക് നമുക്ക് ചിന്തിച്ചാൽ എങ്ങനെയാണ് എന്നിങ്ങനെ ആലോചിക്കുമ്പോൾ രാജീവൻ പറയുന്നുണ്ട്, അത് ശിവേട്ട, നമ്മുടെ ഗ്രേസിയായിട്ടും മാമച്ചനുമായിട്ട് നമുക്ക് വലിയ പിടിപാടൊന്നുമില്ല. ബാലചന്ദ്രൻ പറയുകയാണെങ്കിൽ ഒരുപക്ഷെ ചിലപ്പോൾ അവരെ നമുക്ക് ഇറക്കാൻ കഴിയുമായിരിക്കും. അതിനെ തുടർന്ന് ബാലചന്ദ്രനെ രാജീവൻ ഫോൺ ചെയ്യുന്നുണ്ട്. ബാലചന്ദ്ര, ഇപ്പോൾ എങ്ങനെയുണ്ട് അസുഖം? കുറേയൊക്കെ ഭേദമായിട്ടുണ്ടോ? നിനക്ക് ഡിസ്ചാർജ് ആവാറായോ എന്നൊക്കെ ചോദിച്ചതിനെ തുടർന്ന് രാജീവൻ ചോദിക്കുന്നുണ്ട്, ശിവേട്ട നിങ്ങൾ പറയേ എന്താ വിളിച്ച കാര്യമെന്ന്. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുകയാണ്, എന്താ വിളിച്ച കാര്യം പറയൂ ശിവേട്ട എന്ന്. അപ്പോൾ ശിവശങ്കര മേനോൻ പറയുന്നുണ്ട്, ബാലചന്ദ്ര, നിനക്കത് എങ്ങനെ നീ ദേഷ്യപ്പെടുമെന്ന് എനിക്കറിയാം, പക്ഷേ എനിക്കത് പറയാതിരിക്കാൻ കഴിയില്ല. ഹരിയും രോഹിത്തും ഇപ്പോൾ ജയിലിലായിട്ട് എത്ര നാളായെന്ന് നിനക്കറിയാമല്ലോ അല്ലേ? അവർ നമ്മുടെ മക്കളല്ലേ, തെറ്റ് ചെയ്തത് ശരിയാണ്, പക്ഷെ നമുക്കങ്ങനെ തള്ളിക്കളയാൻ കഴിയുമോ? അവരെ നമുക്ക് എങ്ങനെയെങ്കിലും പുറത്തിറക്കണ്ടേ ബാലചന്ദ്ര. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ശിവേട്ട നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നത്? അമ്മമാരെ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് നിങ്ങൾക്കറിയില്ലേ? പാവപ്പെട്ട ഒരു പെണ്ണിനെ സ്നേഹം നടിച്ചിട്ട് അവൻ മാത്രമല്ല ബാക്കി 4 പേർക്കും കൂടെ വിട്ടുകൊടുത്തതാണ് ആ ഹരി. എന്നിട്ട് ഞാൻ അവന്മാരെ നാണം കെട്ട് പുറത്തിറക്കാനോ? എന്നെ കൊണ്ട് കഴിയില്ല. പൈസ അപ്പോൾ ബാലചന്ദ്രൻ്റെ അടുത്ത് ശിവശങ്കര മേനോൻ പറയുന്നുണ്ട്, നമുക്കപ്പോൾ കുറച്ച് പൈസ കൊടുത്ത് അവന്മാരെ പുറത്തിറക്കിയാലോ? ബാലചന്ദ്രനെ അതിനൊന്നും കിട്ടില്ല. അവന്മാർ അത്രത്തോളം വലിയ ഒരു കുറ്റമാണ് ആ പെൺകുട്ടിയോട് ചെയ്തത്. അപ്പോൾ അത് ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം, അല്ലാതെ ഞാൻ ഇതിൽ ഇടപെടുമെന്ന് ശിവേട്ടൻ ഇനി വിചാരിക്കുകയും വേണ്ട. അപ്പോൾ ശിവശങ്കര മേനോൻ ഇങ്ങനെ പറയുന്നുണ്ട്, എന്നാലും ഏതെങ്കിലും വഴിക്കൂടെയെങ്കിലും അവരെ നമുക്ക് പുറത്തിറക്കാൻ നോക്കിയാലോ എന്ന് പറയുമ്പോൾ വീണ്ടും ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇനി ഇത് തന്നെ എന്നോട് പറഞ്ഞുകൊണ്ട് ഇരുന്നിട്ട് കാര്യമില്ല. ഞാൻ ഇതിൽ ഇടപെടുമെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കേണ്ട. എൻ്റെ മകനൊക്കെ തന്നെയാണ്, പക്ഷെ അവന്മാർ ചെയ്ത ആ തെമ്മാടിത്തനം ഉണ്ടല്ലോ, ഏതെങ്കിലും ഒരു അച്ഛൻ സഹിക്കുമോ? നിങ്ങൾക്കും ഉണ്ടല്ലോ മകള്, അവളോടായിരുന്നു ഏതെങ്കിലും ഒരുത്തന്മാരെ ഈ തെമ്മാടിത്തനം കാണിച്ചിരുന്നെങ്കിൽ അച്ഛനായ നിങ്ങൾ കണ്ടോണ്ടിരിക്കുമായിരുന്നോ? അല്ലെങ്കിൽ അവനെ പുറത്തിറക്കാൻ ശ്രമിക്കുമായിരുന്നോ? ഇല്ലല്ലോ. അവന്മാർക്കെതിരെ അത്രയധികം പോരാടുമല്ലോ, അവന്മാർക്ക് വധശിക്ഷ തന്നെ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ ആ ഒരു പെൺകുട്ടിക്ക് നീതി കിട്ടണം, അത്രയും ഞാനും ആഗ്രഹിക്കുന്നുള്ളൂ. എൻ്റെ മകനൊക്കെ തന്നെയാണ്. ഞാൻ ഇതിൽ ഇടപെടില്ല ശിവേട്ട. അപ്പോൾ രാജീവൻ പറയുന്നുണ്ട്, പിന്നെ ഫോൺ അങ്ങ് കട്ട് ചെയ്തേക്ക് ശിവേട്ട എന്ന് പറയുമ്പോൾ ശിവൻ ഫോൺ അങ്ങ് കട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നേരെ 2 പേരും കൂടെ ഇനി അടുത്ത് വൈജയുടെ അടുത്തേക്കാണ് പോകുന്നത്. അവർ 2 പേരും കൂടെ പറയുന്നുണ്ട്, വൈജ വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ സാധിക്കുമെങ്കിലോ വൈജയോട് നമുക്ക് സംസാരിക്കാം. അങ്ങനെ വൈജയെ കാണാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് ശിവശങ്കര മേനോൻ വൈജയോട് പറയുന്നുണ്ട്, വൈജയ്, കാര്യങ്ങളെല്ലാം നിനക്ക് അറിഞ്ഞു കാണുമല്ലോ, എങ്ങനെയെങ്കിലും നമുക്ക് അവന്മാരെ പുറത്തിറക്കിയേ പറ്റുള്ളൂ, അല്ലാതെ എത്ര നാളെന്ന് വിചാരിച്ചിട്ട് അവർ അതിനകത്ത് കിടക്കുന്നത്. അവന്മാരുടെ ശരീരത്തിലാണെങ്കിൽ ഇനി തല്ലി ചതയ്ക്കാനായിട്ട് യാതൊരു ഭാഗവും ഇല്ല എന്നാണ് അറിഞ്ഞത്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും നമുക്ക് അവനെ പുറത്തിറക്കണം വൈജയ്. അപ്പോൾ വൈജയ് പറയുന്നുണ്ട്, ശിവേട്ട, ഞാൻ ഈ ഹോസ്പിറ്റലിൽ കിടന്നതുകൊണ്ട് എന്ത് ചെയ്യാനാണ്? നിങ്ങളൊക്കെ അല്ലേ പുറത്തുള്ള ആൾക്കാർ, അല്ലാതെ ഞാനിവിടെ കിടന്നിട്ട് എനിക്കൊന്നും തന്നെ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ശിവശങ്കര മേനോൻ പറയുന്നുണ്ട്, വൈജയ്, നീ ഒന്ന് ആലോചിച്ചു നോക്ക്. അന്ന് ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അലീനയെ പോലീസ് കൂട്ടിക്കൊണ്ട് പോയപ്പോൾ അവളെ നട്ടപ്പാതിരയ്ക്ക് പുറത്തിറക്കിയത് അവളുടെ ആ ഒരു ഇളയ സഹോദരിയെ പോലെയുള്ള ഒരു കുട്ടിയുണ്ടല്ലോ, എന്താ പേര്? രേവതിക്കുട്ടി. രേവതിക്കുട്ടി താമസിക്കുന്ന വീട്ടിലെ മാമച്ചായനും ഗ്രേസിയും അവർക്ക് ഏതോ പരിചയമുള്ള ഒരു വലിയ ഉദ്യോഗസ്ഥനെ ആണല്ലോ അലീനയെ അന്ന് പുറത്തിറക്കിച്ചത്. അപ്പോൾ നമുക്ക് ആ വഴിക്കൊന്ന് ശ്രമിച്ചാലോ? എന്തു പറയുന്നു? അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, എന്താ ശിവേട്ട ഉദ്ദേശിക്കുന്നത്? അവരെയാണെങ്കിൽ എനിക്കങ്ങനെ വലിയ പരിചയമൊന്നുമില്ല. ഒരു ദിവസം വീട്ടിൽ വന്നിരുന്ന സമയത്ത് ഞാൻ അന്ന് അവരോട് എന്തോ ദേഷ്യപ്പെട്ട് മുഖം കറുത്ത് സംസാരിക്കുകയും ചെയ്തു. ഇനി ഈ ഒരു കാര്യത്തിന് ഞാൻ അവരോട് ചെന്ന് സംസാരിക്കുന്നത് എങ്ങനെയാണ്? അപ്പോൾ ശിവശങ്കര മേനോൻ പറയുകയാണ്, വൈജയ്, ഞാൻ അങ്ങനെ അവരോട് ഡയറക്റ്റായി നീ വിളിക്കണമെന്നല്ല പറഞ്ഞത്. അലീന വഴി നമുക്കൊന്ന് ശ്രമിച്ചു നോക്കിയാലോ? അലീനയ്ക്കാവുമ്പോൾ അവൾ പറഞ്ഞാൽ അവർ കേൾക്കുമായിരിക്കും. അലീനയോട് അത്രയും സ്നേഹമുണ്ട് ആ മാമച്ചായനും ഗ്രേസിയൊക്കെ. അപ്പോൾ അവൾ പറഞ്ഞാൽ കാര്യം നടക്കും. പക്ഷെ അതിന് നീ സമ്മതിക്കണം. നീ ഒന്ന് ആ അലീനയോട് താഴ്ന്ന് ഒന്ന് സ്നേഹത്തോടെ സംസാരിച്ചു കഴിഞ്ഞാൽ സംഗതി നടക്കും. നാളെ നിൻ്റെ മകനും ഹരിയും വീട്ടിൽ
നിൽക്കും. എന്തു പറയുന്നു? അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ശിവേട്ട എന്താ ഇങ്ങനെ സംസാരിക്കുന്ന ശിവേട്ട? ഞാൻ ആ അലീന ഏതോ ഒരുത്തി പിഴച്ച് പ്രസവിച്ച് ആ പെണ്ണിൻ്റെ കാല് പിടിക്കണമെന്നോ? വൈജയന്തി അതിന് കിട്ടില്ല ശിവേട്ട. അല്ലാതെ മറ്റേതെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്ക്. നിങ്ങൾക്ക് എന്നോട് പറയാൻ തന്നെ നാണക്കേടില്ലേ? ആ ബാലചന്ദ്രനും അവളുമായിട്ട് ആ വീട്ടിൽ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ കാണുമ്പോൾ എനിക്കത് ചിന്തിക്കാൻ കൂടെ വയ്യ. നിങ്ങൾക്കറിയാലോ, അതിൻ്റെ ആ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ ബാലചന്ദ്രനോട് പിണങ്ങി ഇവിടെ കിടക്കുന്നത് എന്നുള്ള കാര്യം. ഞാനിപ്പോൾ ഈ ഇവിടെ കിടക്കുന്നതിന് കാരണം പോലും ആ പെണ്ണാണ്. അപ്പോൾ ഞാൻ അവളുടെ കാല് ചെന്ന് പിടിക്കണമെന്നോ? നിങ്ങൾക്ക് എന്നോട് ഇത് ആവശ്യപ്പെടാൻ പോലും ഒരു ഉളുപ്പും ഇല്ലായിരുന്നോ പിന്നെ ശിവേട്ടാന്ന്? അപ്പോൾ ശിവശങ്കര മേനോൻ പറയുന്നുണ്ട്, നിർത്തടി, നീ എന്താ അറിഞ്ഞിട്ടാ ഇങ്ങനെ കിടന്ന് ചാടുന്നത്? അവൾ നിന്നോട് എന്ത് ദ്രോഹമാണ് ചെയ്തത്? ബാലചന്ദ്രൻ നിന്നോട് എന്ത് ദ്രോഹമാണ് ചെയ്തത്? എന്നെ കൊണ്ട് കൂടുതൽ കാര്യങ്ങളൊന്നും പറയിപ്പിക്കലേ വൈജേ. നീ അലീന അവൻ്റെ മകളായി ആണെന്ന് തന്നെ ഇരുന്നോട്ടെ. നീ അത്ര നല്ലവളാണോ? അല്ലല്ലോ. നിന്റെ പഴയകാല കാര്യങ്ങളൊന്നും ഞാൻ ചികഞ്ഞിന് നിന്നോട് പറയണ്ടല്ലോ. അതുകൊണ്ട് നീ വാ പൊത്തിക്കിടക്ക്. നിനക്ക് പറ്റില്ല എങ്കിൽ പറ്റണ്ട. നീ എന്നിട്ട് ആ പാവപ്പെട്ട പെണ്ണിനെ എല്ലാ കുറ്റവും ചുമത്താതെ, അതൊരു പാവം പെണ്ണ എന്ന് പറയുമ്പോൾ വൈജയന്തി പറയാണ്, അല്ലെങ്കിലും ഇപ്പോൾ നിങ്ങൾക്കൊക്കെ അവളാണല്ലോ വലിയ കാര്യം. അവൾ എന്തോ വിഷം തന്ന് നിങ്ങളെ അങ്ങ് മയക്കിയെടുത്തു. ആദ്യം ബാലചന്ദ്രനെ, പിന്നെ വീട്ടിലുള്ള ഓരോരുത്തരെയും, കൃഷ്ണമോളെയും. ഇനി നിങ്ങൾ ഓരോരുത്തരെ ആയിട്ട് അവൾ മയക്കി എടുത്തുകൊണ്ടിരിക്കുന്നു. പിന്നല്ലാതെ ഞാനിനി എന്ത് പറയാനാ? അല്ലാതെ ഇനി വൈജയന്തി അവളെ കാലിൽ ചെന്ന് പിടിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുകയും വേണ്ട. വൈജയന്തി ഒരിക്കലും അവളുടെ മുമ്പിൽ താന്നു കൊടുക്കുമെന്നോ ഒന്നും നിങ്ങൾ വിചാരിക്കേണ്ട ശിവേട്ട. അതിന് എന്നെ കിട്ടില്ല. ഞാൻ വൈജയന്തിയാണ്. ഇത്ര നാളും ഞാൻ തല ഉയർപ്പോടെ തന്നെയാണ് ജീവിച്ചത്. ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. എനിക്ക് ഒരുത്തിയുടെ മുന്നിലും, അതിന് എൻ്റെ മകനെ പുറത്തിറക്കാനായിക്കോട്ടെ മറ്റെന്തിനെങ്കിലും ആയിക്കോട്ടെ, എനിക്ക് അവളുടെ മുമ്പിൽ തല താഴ്ക്കേണ്ട ആവശ്യം എനിക്കില്ല എന്ന് പറയുമ്പോൾ ശിവശങ്കരൻ മേനോൻ പറയുന്നുണ്ട്, നിന്റെ ബുദ്ധിക്ക് എന്തോ സംഭവിച്ചു. ഇനി ഞാനിത് പറഞ്ഞിട്ട് എന്ത് കാര്യമാണ്? അവിടെ കിടക്കുന്നത് നിന്റെ മകൻ മാത്രമല്ലല്ലോ, എൻ്റെ മകനും കൂടെ അല്ലേ. അപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും പുറത്തിറക്കിയല്ലേ പറ്റൂ. അപ്പോൾ വൈദ്യ പറയാണ്, ശിവേട്ടന് വേറൊരു കാര്യവും കൂടെ കേൾക്കണോ? കമലേട്ടത്തി എന്താ പറഞ്ഞതെന്ന് ശിവേട്ടന് അറിയാവോ? എൻ്റെ രോഹിയാണ് ആ ഹരിയും കൂടെ ഇല്ലാതാക്കിയതെന്ന്. ഞാനും ബാലേന്ദ്രനും കൂടെ എത്രയോ പ്രാവശ്യം രോഹിത്തിനോട് പറഞ്ഞു ഹരിയുമായിട്ടുള്ള കൂട്ട് അവസാനിപ്പിക്കണമെന്ന്. അവൻ കേട്ടില്ല. അതിനുള്ള ശിക്ഷ തന്നെയാണ് അവൻ കിട്ടിയത്. അനുഭവിക്കട്ടെ, അല്ലാതെ ഇനിയിപ്പോൾ എന്ത് പറയാനാ എന്ന് പറയുമ്പോൾ പറഞ്ഞതിന് ശേഷം അവരങ്ങ് ദേഷ്യത്തോടു കൂടി തിരിച്ചിറങ്ങി പോവുകയാണ്. എന്നിട്ട് രണ്ടുപേരും ശിവനും രാജീവനുമായിട്ട് പറയുന്നുണ്ട്, ഇനി നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക രാജീവ? എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. എങ്ങനെയെങ്കിലും നമ്മുടെ മക്കളെ പുറത്തിറക്കിയേ പറ്റുള്ളൂ. അവന്മാർ ഇല്ല അതിനകത്ത് കിടന്നാൽ ചത്തുപോകും ഇനി പോലീസിൻ്റെ ഇടികൊണ്ട്. പിറ്റേന്ന് രാവിലെ അലീന ബാലചന്ദ്രനെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, മോളെ എന്തുണ്ട് വിശേഷം? രോഹിത്തിൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും അറിഞ്ഞോ? അവന്മാരെ പുറത്തിറക്കുന്ന കാര്യം എന്തെങ്കിലും? അപ്പോൾ അലീന പറയുന്നുണ്ട്, ഇല്ല അച്ഛാ, ഒന്നും നടക്കുന്നില്ല, ഒരു കാര്യവും നടക്കുന്നില്ല അച്ഛാ. അച്ഛൻ ടെൻഷൻ അടിക്കണ്ട, നമുക്ക് എങ്ങനെയെങ്കിലും അവരെ പുറത്തിറക്കാം. രോഹിത്ത് ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും എൻ്റെ മനസ്സ് പറയുന്നത്. അത് ഞാൻ എങ്ങനെയെങ്കിലും തെളിയിക്കുക തന്നെ ചെയ്യൂ അച്ഛാ. അതുകൊണ്ട് അച്ഛൻ വിഷമിക്കണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ പറയാണ്, അത് നീ എന്നെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതല്ലേ? അല്ല അച്ഛാ, രോഹിത്ത് ഒരു കുറ്റവും ചെയ്തിട്ടില്ല, എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് ഞാനവനെ പുറത്തിറക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞതിന് ശേഷം അന്ന് വൈകുന്നേരം ഹോസ്പിറ്റലിൽ നിന്നും അലീന തിരിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട്. ഒരു ഓട്ടോയിലാണ് അലീന തിരിച്ച് വീട്ടിലേക്ക് വരുന്നത്. വീട്ടിൽ വരുമ്പോൾ അവിടെ മാധ്യമപ്രവർത്തകരും പോലീസുമായിട്ട് നിറഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ അലീനയെ കണ്ടതും മാധ്യമപ്രവർത്തകരും നാട്ടുകാരും ഒക്കെ ഓടി അടുത്തേക്ക് വരുന്നുണ്ട്. എടി കൊച്ചി, നീ ഇത്രയും നാളും ഇവിടെ തന്നെയാണോ കഴിയുന്നത്? നിന്നെയല്ലേ ആ രണ്ടെണ്ണവും കൂടി ഉപദ്രവിക്കാൻ ശ്രമിച്ചത്? എന്നിട്ടും നീ എന്തിനാ കൊച്ചി ഇവിടെ ഇങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കുന്നത്? നിനക്ക് മറ്റൊരിടത്തേക്ക് പോയിക്കൂടെ? നീ ഇവിടുത്തെ വീട്ടുവേലക്കാരിയല്ലേ, അല്ലാതെ നീ ഇവിടത്തെ വേറെ ആരുമല്ലല്ലോ. പിന്നെ എന്തിനാ ഈ ബുദ്ധിമുട്ടുകൾ സഹിച്ച് നീ ഇവിടെ തന്നെ കിടക്കുന്നത് കുട്ടി? നിനക്ക് മറ്റെവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നല്ല ജോലി കിട്ടുമല്ലോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഇവിടെ മറ്റ് 2 കൊച്ചു പെൺകുട്ടികളല്ലേ ഉള്ളത്. ഞാനും കൂടെ ഈ സമയത്ത് അവരുപേക്ഷിച്ചിട്ട് പോയാൽ അവരെങ്ങനെ ജീവിക്കും? ബാലചന്ദ്രൻ സാറും വൈജയന്തി മാഡം എല്ലാവരും 2 പേരും ഹോസ്പിറ്റലിലാണ്. അവർ വന്നു കഴിഞ്ഞിട്ട് എന്തെങ്കിലും കാര്യം നമുക്ക് തീരുമാനിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ബാക്കിയുള്ള നാട്ടുകാർ പറയുന്നുണ്ട്, നീ പറയുന്നതെല്ലാം പച്ച കള്ളമല്ലേ കൊച്ചേ? നിനക്ക് ബാലചന്ദ്രൻ പൈസ തന്ന് കേസ് ഒത്തുതീർപ്പാക്കിയതല്ലേ?
എത്ര രൂപ നീ മേടിച്ചു? അതിൻ്റെ നന്ദി എന്തായാലും നീ അവരോട് കാണിക്കാതിരിക്കുമോ? അയ്യോ ഇല്ല ബാലചന്ദ്രൻ സാറ്, അങ്ങനെയല്ല. എനിക്ക് അന്ന് പരാതിയില്ല എന്ന് ഞാൻ തന്നെ എഴുതി കൊടുത്തിരുന്നു. രോഹിത് ഒരു പാവമാണ്, അവനെ കൊണ്ട് പലരും അത് ചെയ്യിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ പരാതിയില്ല എന്ന് പറഞ്ഞത് തന്നെയാണ്. അതുകൊണ്ടാണ് അന്ന് കേസ് വേണ്ടാന്ന് തന്നെ വെച്ചത്. അപ്പോൾ പോലീസുകാരെ ഇത് കണ്ടുകൊണ്ട് മറ്റൊരു സൈഡിലേക്ക് നിൽക്കുന്നുണ്ട്. എന്തായിരിക്കും അലീന പറയുന്നത്? അവൾ കുറേ നേരം മാധ്യമപ്രവർത്തകരുടെ ഇടയിൽ കിടന്ന് വട്ടം കറങ്ങട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് തന്നെയാണ് പോലീസ് അവളുടെ ഇടയിൽ ഇടപെടാത്തത്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് പല പല ചോദ്യങ്ങളും മാധ്യമപ്രവർത്തകർ അലീനയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നീ ഇത് പീഡനങ്ങളെല്ലാം സഹിച്ച് ഇവിടെ തന്നെ കഴിയാമെന്നാണോ നീ വിചാരിക്കുന്നത്? നീ അവന്മാരെ ഇവിടെ കൊണ്ടുവരുമ്പോൾ നിന്റെ ദേഹത്തും അവന്മാർ ഇനിയും കൈവയ്ക്കും. നാട്ടുകാരെന്തായാലും അവരെ വെറുതെ വിടില്ല. അവന്മാരെ രണ്ടെണ്ണത്തിനെയും ഒതുക്കി കളയും, ഈ വീട് കത്തിക്കും. ആ സമയത്ത് നിനക്കിവിടെ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ടോ എന്ന്. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഇല്ല സാറേ, എന്നെ ആരും ഉപദ്രവിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ പോലീസുകാർ അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവരെത്രയും നേരം മിണ്ടാതെ നിൽക്കുന്ന കാണുമ്പോൾ അലീന പറയുന്നുണ്ട്, എന്നെ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി മാനസികമായും ശാരീരികമായും മണിക്കൂറോളം പീഡിപ്പിച്ചത് ഈ നിൽക്കുന്ന പോലീസുകാരാണ് എന്ന് പറയുമ്പോൾ മാധ്യമപ്രവർത്തകർ നേരെ പോലീസിന് നേരെ തിരിയുന്നുണ്ട്. ഇത് അലീന പറയുന്നത് കേൾക്കുമ്പോൾ അവിടെ നിൽക്കുന്ന SIക്കും CIയും ഒക്കെ വല്ലാതെ അങ്ങ് ഒരു നാണം കെട്ടതുപോലെയാണ് നിൽക്കുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, ഇവരെന്നോട് ചെയ്തത് എന്താണെന്ന് ഞാൻ പറയാം. അത്രയ്ക്ക് മോശമായി പോലീസുകാർ എന്നോട് പെരുമാറിയത്. ഉച്ചയ്ക്ക് 12 മണിയോളം ആയിട്ടുണ്ടായിരിക്കും എന്നെ സ്റ്റേഷനിലേക്ക് ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി വിളിപ്പിച്ചത്. അവിടെ നിന്ന് രാത്രി 12 മണി വരെ എനിക്കൊരു ജലപാനമോ ഒരു ആഹാരമോ ഒന്നും തരാതെ അവിടെ ഇരുത്തി ചോദ്യം ചെയ്തു. അതും വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള ചോദ്യം ചെയ്യൽ. അതും അവരുടെ കയ്യിലിരിക്കുന്ന ലാത്തി കൊണ്ട് എൻ്റെ മാറിലൂടെയൊക്കെ ഉരസിയിട്ട് തന്നെയാണ് അവർ മോശമായിട്ടുള്ള രീതിയിൽ ചോദ്യം ചെയ്തത്. ഇങ്ങനെയാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥർ ചെയ്യേണ്ടത്. നാട്ടുകാരെല്ലാം ഇത് കേൾക്കുമ്പോൾ അലീനയ്ക്ക് ചുറ്റും വളഞ്ഞ് പോലീസുകാരെ വല്ലാതെ ഒരു ഇതായിട്ടാണ് നോക്കുന്നത്. പോലീസുകാർക്കാണെങ്കിൽ തിരിച്ചൊരു ഉത്തരവും പറയാനാകാതെ തല താഴ്ത്തി നിൽക്കുന്നുണ്ട്. എന്നിട്ട് അലീന പറയുന്നുണ്ട്, ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? അപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അതിൽ പരാതിയൊന്നുമില്ലേ? നിങ്ങൾ പരാതിപ്പെട്ടില്ലേ എന്ന്. അപ്പോൾ അലീന പറയുന്നുണ്ട്, പരാതി ഞാൻ അന്ന് കൊടുത്തിരുന്നു. അപ്പോൾ കുറച്ച് വലിയ ഉദ്യോഗസ്ഥർ, അതും മാന്യമായിട്ട് പെരുമാറുന്ന നല്ല പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, അവരെന്നോട് വന്നു മാപ്പ് പറഞ്ഞു. ഇനി ഇത് ആവർത്തിക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ആ പരാതി വേണ്ടാന്ന് വെച്ചത്. അങ്ങനെ ഇനി ഞാൻ പക്ഷേ അത് വേണ്ടാന്ന് വയ്ക്കുന്നില്ല. ഇത്രയും എന്നെ ഈ മാധ്യമപ്രവർത്തകരും പത്രപ്രവർത്തകരും ബാക്കിയുള്ള നാട്ടുകാരെല്ലാവരും ചേർന്ന് എന്നെ വളഞ്ഞ് ഓരോ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും ഈ പോലീസുകാർ അപ്പുറത്തേക്ക് മാറി നിന്ന് എന്നെ നോക്കി ചിരിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഇങ്ങനെ പ്രവർത്തിക്കുന്ന പോലീസുകാർക്കെതിരെ എന്തായാലും എനിക്ക് പരാതിപ്പെട്ടേ മതിയാകൂ എന്ന്. അങ്ങനെ മാധ്യമപ്രവർത്തകരോട് അലീന പറയുന്നുണ്ട്, എനിക്ക് ഈ 2 പോലീസുകാർക്കെതിരെ SIയോടും CIയോടും എനിക്ക് അവർക്കെതിരെ പരാതി കൊടുക്കാനുണ്ട് എന്ന് പറയുന്ന സമയത്ത് തന്നെയാണ് ആ 2 പോലീസ് ഉദ്യോഗസ്ഥരും കൂടെ മാധ്യമപ്രവർത്തകരെയും നാട്ടുകാരെയും അടിച്ചോടിക്കുന്നുണ്ട്. മതി, ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്, ആ കുട്ടി അകത്തേക്ക് കയറി പൊയ്ക്കോട്ടെ എന്ന്. അങ്ങനെ തിരിച്ച് അലീന പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ ഒരു നോട്ടം നോക്കിയതിന് ശേഷം തിരിച്ച് വീട്ടിനകത്തേക്ക് കയറി പോകുന്നുണ്ട്. പോയപ്പോൾ കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട്, ചേച്ചി എന്തായിരുന്നു അവിടെ സംഭവിച്ചത്? ചേച്ചിയെ നാട്ടുകാരും പോലീസുകാരും അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരും പത്രപ്രവർത്തകരും എല്ലാവരും വളഞ്ഞു നിൽക്കുന്നത് കണ്ടല്ലോ. ചേച്ചിയെ ദേഹോപദ്രവം ചെയ്തോ ചേച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ചോ ചേച്ചി? അയ്യോ മോള് പേടിക്കണ്ട, ചേച്ചിക്ക് ഒന്നും പറ്റിയില്ല. ചേച്ചി വരുന്ന സമയത്ത് കുറച്ച് നാട്ടുകാരും ബാക്കിയുള്ള പ്രവർത്തകരും എല്ലാവരും കൂടെ ചേച്ചിയെ ചോദ്യം ചെയ്യാനായിട്ട് വരുന്നതായിരുന്നു. അന്ന് എന്നെ ഉപദ്രവിച്ചതിൻ്റെ കേസിൽ രോഹിത്തിനെതിരെയും ഹരിക്കെതിരെയും ഞാൻ കേസ് കൊടുത്തില്ല എന്നായിരുന്നു അവരുടെ ചോദ്യം. അപ്പോൾ ഞാൻ പറഞ്ഞു, അവർ തെറ്റൊന്നും ചെയ്തിട്ടില്ല, എനിക്കതിൽ പരാതിയില്ല, രോഹിത്ത് നിരപരാധിയാണ്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ കേസ് കൊടുക്കാത്തതെന്ന്. അതിൽ പലർക്കും ഡൗട്ടുണ്ടായിരുന്നു, ഇനി നമ്മുടെ അച്ഛൻ പൈസ തന്ന് എന്നെ കേസിൽ നിന്നും മാറ്റിയതാണോ, പൈസ തന്ന് എന്നോട് കേസ് വേണ്ട എന്ന് പറഞ്ഞതാണോ എന്ന് വെച്ചിട്ടാണ് അവരെന്നോട് അങ്ങനെ ചോദിച്ചത്. അപ്പോൾ ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു, അങ്ങനെയൊന്നുമല്ല, എനിക്ക് കേസിൽ താല്പര്യമില്ല, അവരെൻ്റെ ദേഹോപദ്രവം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ പോലീസുകാരൊന്നും വിട്ടുകൊടുത്തില്ല. അവരെന്നെ വളഞ്ഞ് ചോദ്യം ചെയ്യുന്നതെല്ലാം പോലീസുകാരെ നോക്കി ഇന്ന് ചിരിക്കുകയായിരുന്നു. കാരണം അന്ന് ഞാൻ സ്റ്റേഷനിൽ നിന്നും ഇറങ്ങി വരുന്ന സമയത്ത് അവർക്ക് എന്നോട് വല്ലാത്ത പകയായിരുന്നല്ലോ. ആ ഒരു പ്രതികാരം ഇപ്പോൾ അവർ വീട്ടിൽ തന്നേ ഉള്ളൂ. പക്ഷേ
ഞാനും വിട്ടുകൊടുത്തില്ല. ഞാനും പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ വെച്ച് എനിക്ക് അനുഭവിക്കേണ്ടി വന്ന ദുരിതങ്ങൾ എന്തൊക്കെയാണ് എന്നും അവരെന്നോട് മോശമായിട്ട് മാനസികമായും ശാരീരികമായും എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യവും ഞാൻ അവരോട് തുറന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ആ SIയോടും CIയോടും പരാതിയുണ്ട് എന്ന്. അങ്ങനെ പറഞ്ഞപ്പോഴാണ് CIയും SIയും അവിടെ ഇടപെട്ട് എന്നെ അകത്തേക്ക് കയറ്റിവിടുന്നത്. അവർക്ക് എതിരെ പരാതി ഉണ്ടെന്ന് പറഞ്ഞാൽ ആകെ പെടുമല്ലോ. അതുകൊണ്ട് തന്നെ എന്നിട്ട് കൃഷ്ണമോളോട് അലീന ചോദിക്കുന്നുണ്ട്, ബബിത എവിടെ മോളെ എന്ന് ചോദിക്കുമ്പോൾ ബബിത ദേഷ്യത്തോടു കൂടിയാണ് മുകളിൽ നിന്നും ഇറങ്ങി വരുന്നത്. എത്ര ദിവസമായി ഈ വീട്ടിനകത്ത് ഇങ്ങനെ അടഞ്ഞിരിക്കുന്നു. എനിക്കാണെങ്കിൽ പുറത്തു പോകണം, കോളേജിൽ പോകണം, എൻ്റെ ഫ്രണ്ട്സിനെ കാണണം. എനിക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. ഇനി എത്ര നാൾ ഇനി വീട്ടിനകത്ത് അടച്ചിരിക്കേണ്ടി വരുമെന്ന് അറിയില്ല. എനിക്കെന്തായാലും പുറത്തേക്ക് ഇറങ്ങിയേ പറ്റൂ. എനിക്ക് കുറച്ച് ഫ്രണ്ട്സിനെ കാണാനുണ്ട്, എനിക്ക് കുറച്ച് നോട്ട് വാങ്ങാനുണ്ട്. ഞാൻ എത്ര നാൾ ഇതിനകത്ത് ഇങ്ങനെ പഠിക്കാതെയും കോളേജിൽ പോവാതെയിരിക്കും. ആ സമയത്ത് കൃഷ്ണമോള് പറയുകയാണ്, ചേച്ചി എന്തറിഞ്ഞിട്ടാ ചേച്ചി പറയുന്നത്? ചേച്ചിക്ക് ഇവിടെ നടക്കുന്ന സംഭവങ്ങളൊന്നും ചേച്ചി അറിയുന്നില്ലേ? അച്ഛൻ ഹോസ്പിറ്റലിൽ, അമ്മ ഹോസ്പിറ്റലിൽ. നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആരുണ്ട് ചേച്ചി നമ്മുടെ രക്ഷയ്ക്ക്? ആരുമില്ല. അതുകൊണ്ടാണ് വീട്ടിനകത്ത് തന്നെ ഇരിക്കണമെന്ന് പറയുന്നത്. പുറത്തോട്ട് ഇറങ്ങിയാൽ നാട്ടുകാർ നമ്മുടെ പച്ചയ്ക്ക് കത്തിക്കും. അങ്ങനെയാണ് അവരുടെ ഇപ്പോഴത്തെ പ്രകടനങ്ങളെല്ലാം. അതുകൊണ്ട് ചേച്ചി കുറച്ച് ദിവസത്തേക്ക് ഇനി പോകണ്ട. അപ്പോൾ ബബിതയ്ക്ക് അത് വല്ലാതെ ദേഷ്യം ഉണ്ടാക്കുന്നുണ്ട്. ബബിത പറയുന്നുണ്ട്, നീ ആരാടി എന്നോട് പറയാൻ? എനിക്ക് കോളേജിൽ പോകണം, എൻ്റെ ഫ്രണ്ട്സിനെ കാണണം, എനിക്ക് പഠിക്കണം. അപ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട്, ചേച്ചി കൂടുതലൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കരുതേ. ചേച്ചിയുടെ പഠിത്തമൊക്കെ ഏതുവരെയാണ് എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചേച്ചി സംസാരിക്കണ്ട. ചേച്ചി കോളേജിൽ പോകുന്നത് എന്തിനാണെന്നും ആരെ കാണാനാണ് പോകുന്നത് എന്നുള്ള കാര്യമെല്ലാം എനിക്കറിയാം. അപ്പോൾ ബബിതയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. അലീനയും ആ സമയത്ത് പറയുന്നുണ്ട്, കൃഷ്ണമോള് പറയുന്നത് സത്യമാണ്, നീ പുറത്തോട്ട് ഇറങ്ങണ്ട. ഇപ്പോൾ എന്തൊക്കെ സംഭവിച്ചാലും ശരി, നിന്നെ ഞാൻ പുറത്തോട്ട് വിടില്ല എന്ന്. ബബിതയ്ക്ക് അലീനയുടെ ആ ഒരു ഭയങ്കര ശാഠ്യത്തോടു കൂടി ബബിതയോട് സംസാരിക്കുന്ന കേൾക്കുമ്പോൾ ബബിത തിരിച്ച് ദേഷ്യത്തോടു കൂടെ പറയുന്നുണ്ട്, നിനക്ക് അത്ര ധിക്കാരമാണോടി? നീ ആരാടി ഇവിടത്തെ മഹാറാണിയോ? നീ എന്നെ ആജ്ഞാപിക്കാൻ? നീ പറയുന്നതൊന്നും എനിക്ക് കേൾക്കേണ്ട ആവശ്യമില്ല. നീ ഇവിടത്തെ വെറും വീട്ടുവേലക്കാരി. അല്ലെങ്കിലും നിന്നെ ആരാടി മൈൻഡ് ചെയ്യുന്നത്? വെറും ഒരു വീട്ടുവേലക്കാരിയായി അവളെ എന്നെ ആജ്ഞാപിക്കാൻ നടക്കുന്നു. നിനക്ക് നാണമില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ബബിത തിരിച്ച് ദേഷ്യത്തോടു കൂടി റൂം അടച്ച് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അങ്ങനെ 2-3 ദിവസത്തിന് ശേഷം ശരണ്യയെ കാണാനായിട്ട് അലീന ശരണ്യയുടെ വീട് തേടി പോകുന്നുണ്ട്. അവിടെ വെച്ചും അലീനയ്ക്ക് പല ദുരിതങ്ങളും അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. അവസാനം അലീന ഇടപെട്ട് രോഹിത്തിനെ ജയിലിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരുന്ന രംഗങ്ങളൊക്കെയാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു എപ്പിസോഡ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി മഴതോരു മുമ്പയുടെ പുതുപുത്തൻ വിശേഷങ്ങളുമായി ഉടനെ കാണും വരയ്ക്കും. ബൈ.